എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പത്മശ്രീ KM, ആയുർവേദ ഡോക്ടറാണ്, സർവാംഗ ആയുർവേദ മുട്ടത്തറ. അതുപോലെ തന്നെ യോഗ ഇൻസ്ട്രക്ടറാണ്, ഫാറ്റ് ലോസ് യോഗ ശ്രീവരാഹം. ഇന്ന് ജൂൺ 21, എല്ലാവർക്കും അറിയാം, ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യോഗയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വർഷത്തെ 2026 തീം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്നാണ്. അതായത് നമുക്ക് നന്നായി നല്ല ആരോഗ്യത്തോടു കൂടി വാർദ്ധക്യത്തിലോട്ട് നല്ല എനർജിയോടുകൂടി ജീവിക്കാം, അല്ലെങ്കിൽ നല്ല ഫ്ലെക്സിബിലിറ്റിയോടുകൂടി സ്ട്രെങ്ത്തോടുകൂടി ജീവിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ വർഷം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പതിയെ കോമൺ ആയിട്ടുള്ള എന്തൊക്കെയാണ് നമ്മൾ യോഗയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം എന്തൊക്കെ നോർമലി ചെയ്തു പോകാം, അതായത് പ്രത്യേകിച്ച് അസുഖങ്ങൾ, വലിയ രീതിയിലുള്ള അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് നമുക്ക് ഒരു ദിവസം എന്തൊക്കെ ചെയ്ത് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, യോഗ എന്ന് പറയുന്നത് ബോഡിയുടെയും മൈൻഡിൻ്റെയും ഒരു യൂണിയനാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഉള്ള ബെനിഫിറ്റ്സാണ് യോഗയിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പം പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരിക്കലും ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ബ്രീത്ത് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാത്രമേ ചെയ്യാവൂ. ശ്വാസം പിടിച്ച് വെച്ചൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മുടെ ഫുഡ് കഴിഞ്ഞ് ഉടനെ ഒന്നും യോഗ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും ഒരു 2 hours ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ആദ്യമായി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാമപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഏത് ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നേ വാമപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ യോഗ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ലൂസനിങ് എക്സസൈസാണ്, ശിഥിലീകരണം എന്ന് പറയും, ആ എക്സസൈസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും പൊതുവെ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവരും ഇത് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. എന്നും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. കൺസിസ്റ്റൻസിയാണ് യോഗയുടെ മെയിൻ ഒരു കീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്നും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹെൽത്തി ബെനിഫിറ്റ്സ് ഫീൽ ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. മൈൻഡ് ഫ്രീ ആവും, അതുപോലെ തന്നെ നല്ല ഹാപ്പി ഫീലിംഗ് ഉണ്ടാവും. നിങ്ങൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വാമപ്പ് എക്സസൈസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്, കൈകൾ രണ്ടും ഇടുപ്പിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഹെഡാണ്, നെക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഒന്ന് തിരിക്കണം. ഇങ്ങനെ റൈറ്റിലോട്ട് മാക്സിമം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ട് ട്വിസ്റ്റ് ചെയ്യുക. അഗെയിൻ റൈറ്റ്, ലെഫ്റ്റ്, സെൻറ്റർ. ഇങ്ങനെ ഓരോ സൈഡും ഒരു 6 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ഒന്ന് മൂവ്മെൻ്റ് അതിൽ കിട്ടുന്ന പോലെ ഒരു 6 പ്രാവശ്യം വരെയെങ്കിലും, അതായത് ഈ സൈഡ് ആ സൈഡും കൂടെ ചേർത്ത് ഒരു 6 പ്രാവശ്യം ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ അടുത്ത് ചെയ്യാൻ പോകുന്നത് അപ്പും ഡൗണും ആണ്. ഹെഡ് മാക്സിമം അപ്പ് ചെയ്യുക, ഇങ്ങനെ ഡൗൺ, ഗെയിൻ അപ്പ്, ഡൗൺ, സെൻറ്റർ. അടുത്തത് നമ്മുടെ ഇയർ ടു ഷോൾഡർ ആണ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ചെവി ഷോൾഡറിലോട്ട് പോകണം. അതായത് ഷോൾഡർ ഇങ്ങനെ പൊക്കാൻ പാടില്ല, നമ്മുടെ ഇയർ അങ്ങോട്ട് പോകണം. എന്താ മാക്സിമം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ അടുത്ത സൈഡ്, ഇതും ഒരു 6 പ്രാവശ്യം. എല്ലാം നമ്മൾ വളരെ പതിയെ വേണം ചെയ്യാൻ. യോഗയാണ്, അതുകൊണ്ട് നമ്മൾ ഫാസ്റ്റായിട്ടൊന്നും പോകുന്നില്ല. എല്ലാം നമ്മൾ പതുക്കെ പതുക്കെ മാത്രം ചെയ്താൽ മതിയാവും. ഒരു സ്ട്രെയിനും എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്ലൈറ്റായിട്ടൊരു നെക്ക് റൊട്ടേഷൻ. അത് ഈ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വെർട്ടിഗോ പോലത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ റൊട്ടേഷൻസ് വേണ്ട. ഒരു സ്ലൈറ്റായിട്ട് നമ്മളൊരു ഹാഫ് റൊട്ടേഷൻ മാത്രം ചെയ്താൽ മതിയാവും. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഡൗൺ ചെയ്യുക, ഇവിടെ നിന്ന് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഇങ്ങനെ പോവുക. സെൻറ്റർ, ഇത്രയും ചെയ്യണം. അതുപോലെ തന്നെ ഇനി കൈയിൻ്റെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൈ പതുക്കെ 2 സൈഡിലോട്ടും നീട്ടണം. എന്നിട്ട് ഷോൾഡറിലോട്ട് കൊണ്ടുപോയി കൈ വയ്ക്കണം. ഇനി പതുക്കെ എൽബോസ് ജോയിൻ ചെയ്യുക. ഇനി റൊട്ടേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. പതുക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യണം.
മാക്സിമം വൈഡറാക്കി വീണ്ടും കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുപോകണം. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം ഇങ്ങോട്ടും പിന്നെ തിരിച്ച് അതേപോലെ അങ്ങോട്ടും കൊണ്ടുപോകണം. അങ്ങനെയും കൊണ്ടുപോകാം. ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡിൻ്റെയാണ്. അപ്പോൾ പതുക്കെ കൈകൾ ഇങ്ങനെ നീട്ടി വെക്കണം. ഇനി ഈ കൈ അപ്പും ഡൗണും ചെയ്യും. നമ്മളിങ്ങനെ അപ്പ് ചെയ്യും, അതുപോലെ ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അതുപോലെ അപ്പ് ചെയ്ത് വെച്ചിട്ട് സൈഡ് ടു സൈഡ് ഇങ്ങനെ 1 2 3 4. ഓക്കെ. ഇത്രയും ചെയ്ത ശേഷം പതുക്കെ മുഷ്ടി ഒന്ന് ചുരുട്ടുക, നന്നായിട്ട് പ്രസ് ചെയ്യുക, അതുപോലെ തുറക്കുക മാക്സിമം. അടുത്തത് നമ്മൾ ഷോൾഡറിൻ്റെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കൈ ഇങ്ങനെ നീട്ടി വയ്ക്കുക, മറ്റേ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, അങ്ങോട്ട് നോക്കുക, അതുപോലെ തിരിച്ച് വരണം. ഈ കൈ വയ്ക്കണം, ഇത് വെച്ച് സ്ട്രെച്ച് ചെയ്യണം, തിരിച്ചു പോകാം. ഇനി മുകളിലോട്ട് കൈ ഇങ്ങനെ കൊണ്ടുവയ്ക്കുക, ഈ കൈ വെച്ച് ഇതിൽ പിടിക്കുക, പതുക്കെ അങ്ങോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക, അതുപോലെ തിരിച്ച്, അതുപോലെ ഈ കൈ വയ്ക്കുക, ഇതൊന്ന് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ. ഇനി പതുക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നീസിൻ്റെയാണ്. ഇപ്പം നീസിന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷൻസ് അല്ല, നമ്മൾ പതുക്കെ നീസിൻ്റെ പുറത്ത് ഇങ്ങനെ കൈ വയ്ക്കുക, അപ്പ് ആൻഡ് ഡൗൺ പതുക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. 1 2 3 4 ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആംഗിൾ ചെയ്യണം. ആംഗിളിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പതുക്കെ ഒരു കാല് പൊക്കിയിട്ട് ആംഗിൾ അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ. അതേപോലെ തന്നെ സൈഡ് ടു സൈഡ് ഇങ്ങനെ 1 2 3 4 5 6. ഇനി ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ട്രെച്ച് ചെയ്യാം, തിരിച്ച് ഇങ്ങനെ ഒരു സ്ട്രെച്ച് ചെയ്യാം, അതുപോലെ മൊത്തത്തിൽ മടക്കിയിട്ട് ഒരു സ്ട്രെച്ച് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത കാലിൽ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ 2 സൈഡും ലെഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റ് ചെയ്യണം, റൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ചെയ്യണം. 2 സൈഡും ചെയ്തിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യാവൂ. ഒരു സൈഡ് മാത്രം ചെയ്ത് നിർത്തരുത്. 2 സൈഡും ഒരുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ അതുപോലെ തന്നെ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആംഗിളിൻ്റെ ഒരു എക്സസൈസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് പതുക്കെ നമ്മൾ കാല് ഒരു 2 to 3 ഇഞ്ച് അകലത്തിൽ കാല് പ്ലേസ് ചെയ്യുക. പതുക്കെ 2 കൈയും മുകളിലോട്ട് കൊണ്ടുപോയി ഇൻ്റർലോക്ക് ചെയ്യുക. എന്നിട്ട് ഔട്ട്വേർഡ് സ്ട്രെച്ച് ചെയ്യണം. ഇനി നമ്മൾ നമ്മുടെ വെയിറ്റ് മുഴുവൻ നമ്മുടെ ടോസിലോട്ട് ഹീൽ അപ്പ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യണം. ഇങ്ങനെ പൊങ്ങണം, കാലിങ്ങനെ പൊങ്ങണം. ഈ പൊങ്ങുന്ന സമയത്ത് കൈ മുകളിലോട്ട് ഇങ്ങനെ വലിക്കണം. തിരിച്ച് വരുമ്പോൾ റിലാക്സ്. വീണ്ടും അപ്പ് ചെയ്യുമ്പോൾ വലിക്കണം. തിരിച്ച് വരുമ്പോൾ റിലാക്സ്. അപ്പ് ചെയ്യുക, റിലാക്സ്, അപ്പ് ചെയ്യുക, റിലാക്സ്. അങ്ങനെ പോകണം. പതുക്കെ റിലീസ് ചെയ്യുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാദഹസ്താസനം എന്ന് പറഞ്ഞൊരു ആസനമാണ്. അതിന് നമ്മുടെ കാല് രണ്ടും ചേർത്ത് വയ്ക്കുക. 2 സൈഡിൽ നിന്നും കൈ മുകളിലോട്ട് കൊണ്ടുപോകണം. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് എത്തിപ്പിടിക്കണം. എന്നാൽ നമുക്ക് ഇവരിൽ നിന്ന് മാറാനും പറ്റില്ല. അപ്പോൾ നമ്മൾ എത്തിപ്പിടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിന്നുകൊണ്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ പോകും അല്ലേ? അങ്ങനെ അങ്ങ് പോവുക. യെസ്. ഹെഡ് ഡൗൺ ചെയ്ത് മാക്സിമം കൈ കൊണ്ടുപോയി കാലുകളുടെ സൈഡിൽ തന്നെ പ്ലേസ് ചെയ്യുക. ഹെഡ് മാക്സിമം ഡൗൺ ചെയ്യുക. ബ്രീത്ത് നോർമൽ. പതിയെ റിലീസ് ചെയ്യുക. ഇനി നമ്മളിപ്പോൾ ചെയ്തത് ഒരു ഫോർവേഡ് ബെൻഡ് ആയതുകൊണ്ട് തന്നെ അതിനൊരു കൗണ്ടർ പോസ് ഉണ്ട്. അതായത് ഫോർവേഡ് ബെൻഡ് ചെയ്ത പോലെ തന്നെ സ്പൈനെ നമ്മൾ തിരിച്ചൊന്ന് റിവൈവ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന അർദ്ധകടി ചക്രാസനമാണ്. അപ്പോൾ അതിന് പതുക്കെ നമ്മുടെ കൈകൾ രണ്ടും
ഇടുപ്പിൽ പ്ലേസ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ 4 വിരൽ ഫ്രണ്ടിലോട്ടും തമ്പ് ബാക്കിലോട്ടുമാണ് പ്ലേസ് ചെയ്യേണ്ടത്. എന്നിട്ട് പതുക്കെ നമ്മുടെ എൽബോസിനെ ബാക്കിലോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് വൈഡ് ഓപ്പൺ ആയി കഴിഞ്ഞു. ഇനി മാക്സിമം നമ്മുടെ ഹിപ്പിനെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു നാച്ചുറൽ ബെൻഡിങ് നമുക്ക് കിട്ടും. ഇനി പതുക്കെ ഹെഡ് ബാക്കിലോട്ട് തൂക്കിയിടുക. ബ്രീത്ത് നോർമലായിരിക്കണം. ഒരു ഘട്ടത്തിലും നമ്മൾ ശ്വാസം പിടിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തിരിച്ചു വരിക. റിലാക്സ്. അടുത്തത് ഇതേപോലെ തന്നെ അടുത്തൊരാസനം ത്രികോണാസനം എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ കാൽ രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കുക. സ്പ്ലിറ്റ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ഏത് സൈഡിലോട്ടാണോ, ഇത് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുന്നൊരു ആസനമാണ്. അപ്പോൾ നമ്മൾ ഏത് സൈഡിലാണോ ബെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സൈഡിലോട്ട് കാലുകൾ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഓപ്പൺ ചെയ്ത സൈഡിലോട്ടായിരിക്കും നമ്മളിനി ബെൻഡ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ് കൈ തൈസിൻ്റെ പുറത്ത് പ്ലേസ് ചെയ്യുക. ലെഫ്റ്റ് കൈ പതിയെ ചെവിയുടെ അടുത്ത് കൊണ്ടുവരിക. ഇനി പതിയെ ഇങ്ങനെ പോകുന്നതിൻ്റെ കൂടെ നമ്മുടെ കൈയുടെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ സീലിങ്ങിൽ നോക്കണം. ഇതാ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് മുകളിലോട്ട് നോക്കിയിട്ട് പതിയെ 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 താഴോട്ട് പോകണം. അതേപോലെ തിരിച്ചു മറിയണം. നമുക്ക് എത്രയാണോ പറ്റുന്നത് അത്രയും മാത്രം ചെയ്താൽ മതിയാകും. അതേപോലെ തന്നെ അടുത്ത സൈഡും ഇങ്ങനെ പോവുക. ചെവിയുടെ അടുത്ത് കൊണ്ടുവരിക, മുകളിലോട്ട് നോക്കുക. ബ്രീത്ത് നോർമൽ. അതേപോലെ തിരിച്ചു വരണം. എല്ലാം 2 സൈഡും ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് ത്രികോണാസനം എന്നൊരു ആസനമാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബാലൻസിങ് പോസ്റ്ററാണ്. അപ്പോൾ ബാലൻസിങ്ങിന് നമ്മൾ എപ്പോഴും അറിയാം, നമ്മളൊരു പോയിന്റിൽ ഫോക്കസും കോൺസെൻട്രേഷനും കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബാലൻസിങ് പോസ്റ്റേഴ്സ്. അത് നമ്മുടെ മെമ്മറീനെ ഇമ്പ്രൂവ് ചെയ്യും, നമ്മുടെ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യും, കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഫോക്കസൊക്കെ നന്നായിട്ട് കൂടാൻ വേണ്ടി നമ്മൾ ബാലൻസിങ് പോസ്റ്റേഴ്സ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഒരു പോയിന്റിൽ നമ്മൾ ആദ്യം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു പോയിന്റിൽ കോൺസെൻട്രേഷൻ ഫിക്സ് ചെയ്ത ശേഷം ഫോക്കസ് ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു കാലിൽ ബാലൻസ് ചെയ്യണം. മറ്റേ കാല് പതുക്കെ എടുത്ത് മുട്ടിൻ്റെ സൈഡിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യും. ഇങ്ങനെ പ്ലേസ് ചെയ്യും. ഇനി കൈകൾ രണ്ടും 2 സൈഡിൽ നിന്നും മുകളിലോട്ട് കൊണ്ടുവരിക. കൈകൂപ്പി നിൽക്കണം. പതിയെ തിരിച്ച് വരാം. ഇതേപോലെ അടുത്ത സൈഡും ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ചിലർക്ക് ഇത് നിൽക്കാൻ പ്രയാസമായിരിക്കും, ചിലർ കുറേ പേര് നിൽക്കാൻ പറ്റുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് പറ്റാത്തവർക്ക് നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മൾ ഇപ്പോൾ ആദ്യം ഒരു 3 സെക്കൻഡേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ പോലും പ്രശ്നമില്ല. ആ 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. പതിയെ പതിയെ അത് സെക്കൻഡ്സ് കൂടി വരുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. എന്നും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇരുന്നിട്ടുള്ള കുറച്ച് ആസനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ നിന്നിട്ടുള്ള കുറച്ച് ആസനങ്ങൾ കഴിഞ്ഞു. നമുക്ക് അടുത്തതായി ഇരുന്നിട്ടുള്ള കുറച്ച് ആസനങ്ങളിലോട്ട് പോവാം. അപ്പോൾ അതിലാദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് തിത്തിലി ആസനമാണ്. തിത്തിലി ആസനം നിങ്ങളെല്ലാവർക്കും അറിയായിരിക്കും. ബട്ടർഫ്ലൈ പോസ് എന്നാണ് പറയുന്നത്. പതിയെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന ശേഷം നമ്മുടെ പാദം രണ്ടും ചേർത്ത് ഇങ്ങനെ വയ്ക്കുക. ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാദം മാക്സിമം അകത്തോട്ട് എത്ര പറ്റുമോ അത്രയും കയറ്റി വയ്ക്കുക. ഇനി കൈകൾ രണ്ടും പതിയെ ഇൻ്റർലോക്ക് ചെയ്ത് ഇങ്ങനെ പിടിക്കുക. സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഇനി പതിയെ കാലുകൾ മുട്ട് താഴോട്ടും മുകളിലോട്ടും വരുന്ന രീതിയിൽ ഇങ്ങനെ ആട്ടിക്കൊടുക്കുക. ഇനി ചിലർക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് കാണും. ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തവർക്കുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെ ആട്ടുന്നത് നമ്മളൊരു 30 to 40 സ്ട്രോക്സ്, അതായത് ഒരു 40 മുതൽ 50 പ്രാവശ്യം അല്ലെങ്കിൽ 30 പ്രാവശ്യമെങ്കിലും മിനിമം ഒന്ന് ആട്ടി ഇരിക്കാൻ നോക്കുക. അതിനുശേഷം ഇനി നിങ്ങൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ പതിയെ കാലിങ്ങനെ വെച്ച ശേഷം കൈ രണ്ടും ബാക്കിലൊന്ന് സപ്പോർട്ട് ചെയ്യുക.
ബാക്കിലൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിവർന്നിരിക്കാൻ പറ്റും. എന്നിട്ട് പതിയെ ഇങ്ങനെ ആട്ടിക്കൊടുക്കാം. ഇനി തീരെ ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ പതിയെ ഒരു ചെവരിലോട്ട്, അതായത് വോളിലോട്ട് സപ്പോർട്ട് ചെയ്ത് ബാക്ക് വെച്ച ശേഷം പതിയെ ഇങ്ങനെ കാല് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബട്ടർഫ്ലൈ പോസ് എന്ന് പറയുന്നത്. ഇനി ഇതിപ്പോൾ നമുക്കിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ പതുക്കെ നമുക്ക് മൂവ്മെൻറ്റ് കുറച്ചിങ്ങനെ ഈ ഫ്രണ്ടിലോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ വരും. ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോയി പതുക്കെ ഹിപ്പ് ഓപ്പണിങ്ങിന് ഹെൽപ്പ് ചെയ്യാം. ബ്രീത്ത് നോർമലായിരിക്കണം. എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, നോർമൽ ബ്രീത്ത് തന്നെ ആയിരിക്കണം എപ്പോഴും. അപ്പോൾ ഇതാണ് തിത്തിലി ആസനം. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് നേരെ വജ്രാസനത്തിലോട്ടാണ് പോകുന്നത്. വജ്രാസനം എന്ന് പറയുമ്പോൾ നമ്മുടെ കാലുകൾ ബാക്കിലോട്ട് ഇങ്ങനെ മടക്കി അതിൻ്റെ പുറത്തായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മൾ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ചിലർക്കെങ്കിലും ഇതിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പതിയെ പതിയെ പ്രാക്ടീസ് ചെയ്താൽ മതിയാവും. ആദ്യം കുറച്ച് നേരം ഇരിക്കാൻ പറ്റുന്ന അത്രയും ഇരിക്കാൻ നോക്കുക. കൈകൾ രണ്ടും തൈസിൻ്റെ പുറത്ത് സപ്പോർട്ട് ചെയ്ത ശേഷം കണ്ണടച്ച് കുറച്ച് നേരം ബ്രീത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് പശ്ചിമ ഉത്ഥാന ആസനം എന്ന് പറഞ്ഞൊരു ആസനമാണ്. അതിന് പതുക്കെ സൈഡിലോട്ട് തിരിഞ്ഞ് ഇരിക്കണം. അതിന് വേണ്ടി നമ്മൾ പതുക്കെ കാലുകളിങ്ങനെ നീട്ടി വയ്ക്കുക. കാലുകൾ നീട്ടി വെച്ച ശേഷം നമ്മൾ നിന്നിട്ട് നേരത്തെ പാദഹസ്താസനം ചെയ്തിരുന്നു, അതേപോലെ തന്നെയാണ് ഇരുന്നിട്ട് ചെയ്യുന്ന ഒരു ഫോർവേഡ് ബെൻഡാണ്, സീറ്റഡ് ഫോർവേഡ് ബെൻഡാണ് പശ്ചിമ ഉത്ഥാന ആസനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൂനിയൊന്നും ഇരിക്കാൻ പാടില്ല. നമ്മൾ സ്പൈൻ എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം. കാലിൻ്റെ ടോസ് സീലിംഗ് ഫേസ് ചെയ്ത് വരും. അതേപോലെ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും കൈകളിങ്ങനെ ഉയർത്തി കൊണ്ടുവരിക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത ശേഷം ഒരാളെ എത്തിപ്പിടിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ പോകണം. എവിടെയാണോ എത്തുന്നത്, ഇപ്പോൾ ഇവിടെ ഞാൻ പിടിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ എത്തില്ല, ഇവിടെ എത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ പിടിച്ചാൽ മതിയാവും. ഇപ്പോൾ ഞാനിവിടെ എത്തുന്നതുകൊണ്ട് ഇവിടെ പിടിക്കുകയാണ്. ഇവിടെ പിടിച്ച ശേഷം പതിയെ ലോക്ക് ചെയ്യുക. ഇനി ഹെഡും കൂടി ഡൗൺ ചെയ്യുക. പതിയെ തിരിച്ചു വരിക. ബെൻഡ് ചെയ്തിരിക്കുന്ന സമയത്തും നമ്മൾ നോർമൽ ബ്രീത്ത് തന്നെ ആയിരിക്കും. അതേപോലെ തിരിച്ചു വരുന്നു. കൈകൾ നോർമൽ സ്ഥിതിയിലോട്ട് കൊണ്ടുവരിക. ഇനി നമ്മൾ ഫോർവേഡ് ബെൻഡ് ആയതുകൊണ്ട് തന്നെ അറിയാം നമുക്കിതിന് ഒരു കൗണ്ടർ പോസ് ഉണ്ട്. അതിനു വേണ്ടി കൈകൾ പതുക്കെ ബാക്കിലോട്ട് ഇങ്ങനെ വയ്ക്കുക. പൂർവ്വ ഉത്ഥാന ആസനം. ഒന്നെങ്കിൽ ഇങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. ഇങ്ങനെ വെച്ച ശേഷം പതിയെ നമ്മൾ ഹിപ്പ് അങ്ങ് അപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഹിപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുക. തല ബാക്കിലോട്ട് തൂക്കിയിടുന്നു. ബ്രീത്ത് നോർമലാണ്. നല്ലോണം എത്ര നേരം നിൽക്കാൻ പറ്റുമോ അത്രയും നിൽക്കുക. പതുക്കെ തിരിച്ച് ഇറങ്ങുക. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് അർദ്ധ മത്സ്യേന്ദ്ര ആസനം എന്ന് പറഞ്ഞൊരു ആസനമാണ്. അപ്പോൾ അതിന് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റൈറ്റ് കാല്, അല്ലെങ്കിൽ നമ്മൾ രണ്ട് സൈഡും ചെയ്യും. ആദ്യം നമ്മൾ റൈറ്റ് കാലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ റൈറ്റ് കാല് പതിയെ ബെൻഡ് ചെയ്ത് ലെഫ്റ്റിൻ്റെ മുട്ടിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി വയ്ക്കാം. ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി വയ്ക്കാം. ഇനി ഈ മുട്ടാണ് നമ്മൾ പൊങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിലെ കൈ ബാക്കിൽ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് വിരൽ ഫേസ് ചെയ്ത് കുത്തി നിർത്തുക. ഇങ്ങനെ നിർത്തുക എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റാൻഡ് പോലെ ഇതിനെ സപ്പോർട്ട് പോലെ ഫീൽ ചെയ്യണം. എന്നിട്ട് ഇതിൽ കുത്തിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആവണം. കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഇനി നമ്മൾ ഈ കൈ വെച്ച് മാക്സിമം മുട്ടിനെ നമ്മുടെ വയറിലോട്ട് അടുപ്പിച്ച് പിടിക്കുക. എന്നിട്ട് ബാക്കിലോട്ട് ട്വിസ്റ്റ് ചെയ്ത് നോക്കുക.
അതേപോലെ തന്നെ പതുക്കെ റിലീസ് ചെയ്യുക, കാല് റിലീസ് ചെയ്യുക. അടുത്ത് നമുക്ക് ഇതേപോലെ അടുത്ത സൈഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പം ഇതുപോലെ ആ കാല് ക്രോസ് ചെയ്ത് ഈ മുട്ടിൻ്റെ ഇപ്പുറത്ത് കൊണ്ട് ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ആ കാലല്ലേ നമ്മൾ പൊക്കി വെച്ചിരിക്കുന്നത്, അപ്പോൾ ആ കൈ ബാക്കിലിങ്ങനെ തൊട്ടടുത്തായിട്ട്, ഒരുപാട് ദൂരെ ഇങ്ങനെ കുത്താൻ പാടില്ല, തൊട്ടടുത്ത് ഇങ്ങനെ കുത്തണം. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. ഇനി മാക്സിമം നമ്മുടെ വയറിലോട്ട് മുട്ടിനെ ഇങ്ങനെ പിടിച്ച് ഒതുക്കിയ ശേഷം ബ്രീത്ത് നോർമലായിട്ട് ശ്വസിച്ചുകൊണ്ട് തന്നെ ബാക്കിലോട്ട് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ നോക്കുക. അതേപോലെ തിരിച്ച് റിലീസ് ചെയ്യുക. അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടിൽ നിന്നിട്ടുള്ള ഒരു ആസനമാണ്. ഇതിനെ ക്യാമൽ പോസ് അല്ലെങ്കിൽ ഉഷ്ട്രാസനം എന്നാണ് പറയുന്നത്. പതിയെ മുട്ടിലിങ്ങനെ എണീറ്റ് നിൽക്കാം. ഇനി ഇത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ആദ്യം അതിൻ്റെ ഒരു ബിഗിനർ വേർഷൻ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളിങ്ങനെ നിന്ന ശേഷം നേരത്തെ നമ്മൾ അർദ്ധ കടി ചക്രാസനം ചെയ്തു, അതേപോലെ ഇടുപ്പിലിങ്ങനെ കൈ പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ എൽബോസ് ബാക്കിലോട്ട് ഇങ്ങനെ ആക്കണം. എന്നിട്ട് പതുക്കെ ഹിപ്പിനെ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുക. പതിയെ തിരിച്ചു വരാം. ഇനി ഫുള്ളായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പതുക്കെ നമുക്ക് കൈകളിങ്ങനെ കൊണ്ടുപോയി ഈ ഒരു കാലിൻ്റെ ഈ ഒരു പൊസിഷനിൽ പിടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റേ കൈയും കൊണ്ടുവരിക. അതുപോലെ ഇങ്ങനെ പിടിക്കാൻ നോക്കുക. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. തിരിച്ചതുപോലെ തിരിച്ചു വരിക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഉഷ്ട്രാസനം എന്ന് പറയുന്നത്, ക്യാമൽ പോസ് എന്ന് പറയും. അപ്പോൾ ഇതിന്ന് നമ്മളിപ്പോൾ ഒരു ബാക്ക് ബെൻഡാണ് ചെയ്തത്, അതുകൊണ്ട് നമ്മൾ ഇതിനൊരു കൗണ്ടർ ചെയ്യുന്നുണ്ട്. അത് ബാലാസനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബാലാസനത്തിൽ കൈ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു വേർഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പതുക്കെ ഇങ്ങനെ കാല് ബട്ടക്സ് ഹീലിൽ ടച്ച് ചെയ്ത് ഇരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് പതിയെ ബെൻഡ് ചെയ്ത് നമ്മുടെ വയറ് പതിഞ്ഞ് തൈസിലിരിക്കുന്ന രീതിയിൽ വേണം ഇരിക്കാൻ. ഇങ്ങനെ പോവാം. ഇപ്പോഴും ബ്രീത്ത് നോർമൽ തന്നെ ആയിരിക്കണം. പതിയെ തിരിച്ചു വരാം. റിലീസ് ചെയ്യാം. അടുത്ത് നമുക്ക് കുറച്ച് കമഴ്ന്ന് കിടന്നിട്ടുള്ള ആസനങ്ങൾ ചെയ്യാം. കമഴ്ന്ന് കിടന്നിട്ടുള്ള റിലാക്സേഷന് മകരാസനം എന്നാണ് പറയുന്നത്. കൈകൾ രണ്ടും ഇങ്ങനെ വെച്ച ശേഷം പതിയെ അതിൽ തല വയ്ക്കാം. ഇങ്ങനെ കിടക്കാം. കാല് രണ്ടും ഉപ്പൂറ്റി അകത്തി ടോസ് ചേർത്ത് വയ്ക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചും വയ്ക്കാം. തിരിച്ചിങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. റിലാക്സ് ചെയ്ത് ബ്രീത്ത് ചെയ്യണം. ഇനി ഇങ്ങനെ ഇരിക്കാനും ഒരു ടൈപ്പ് ഓഫ് മകരാസനം തന്നെയാണ്. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് റിലാക്സ് ചെയ്യാം. ഏതാണോ നമുക്ക് കംഫർട്ടബിൾ അതുപോലെ ചെയ്യാം. ഇനി ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് ഭുജംഗാസനമാണ്, അതായത് കോബ്ര പോസ്. അതിനുവേണ്ടി നമ്മുടെ ഫോർഹെഡ് മാറ്റിൽ പ്ലേസ് ചെയ്യാം. കൈകൾ സൈഡിൽ കൊണ്ടുവരിക. ഷോൾഡറിൻ്റെ അടിയിൽ ചെസ്റ്റിനടുത്തായിട്ട് കാലുകൾ ചേർത്ത് വയ്ക്കണം. ഫോർഹെഡ് താഴെ വയ്ക്കുക. പതിയെ എൽബോസ് ബോഡിയോട് ചേർന്നിരിക്കണം. ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇങ്ങനെ വെളിയിലോട്ട് ഇരിക്കാൻ പാടില്ല, ചേർന്ന് തന്നെ ഇങ്ങനെ ഇരിക്കണം. ഇനി പതിയെ ഹെഡും ചെസ്റ്റും അപ്പ് ചെയ്ത് കൊടുക്കുക. മുകളിലോട്ട് നോക്കണം. ബ്രീത്ത് നോർമലായിരിക്കണം. അതുപോലെ തിരിച്ച്. ഇനി നിങ്ങൾക്ക് വേറെ ഒരു വേർഷൻ കൂടെ ചെയ്യാം. കാല് ചെറുതായിട്ടൊന്ന് അകത്തി വെച്ച ശേഷം
ഇതേ പൊസിഷനിൽ നിന്ന് ഫുള്ളായിട്ടിങ്ങനെ അപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ലോവർ ആബ്സ് വരെയും സ്ട്രെച്ച് ആവുന്നുണ്ടായിരിക്കും. ബ്രീത്ത് അഗെയിൻ നോർമലായിരിക്കണം. വീണ്ടും പതിയെ തിരിച്ച് പോകും. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് അർദ്ധ ശലഭാസനം അല്ലെങ്കിൽ ശലഭാസനം, പൂർണ്ണ ശലഭാസനം, അതാണ് ചെയ്യാൻ പോകുന്നത്. അർദ്ധ മീൻസ് ഹാഫാണ്. അപ്പോൾ ഒരു സൈഡ് ചെയ്യുന്നതിനാണ് അർദ്ധ ശലഭാസനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് 2 സൈഡും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതിനെ പൂർണ്ണ ശലഭാസനം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കാലുകൾ രണ്ടും ഉയർത്തും. അതായത് കാല് ഉയർത്തും. നമ്മുടെ ലോവർ ബോഡിയും അപ്പർ ബോഡിയും ഒരുമിച്ച് തന്നെ ഉയർന്നിരിക്കുന്ന ഒരു പൊസിഷനാണിത്. അപ്പോൾ നമ്മുടെ വയറ് മാത്രമായിരിക്കും താഴെ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എളുപ്പമുള്ള വേർഷനാണ്. അപ്പോൾ കൈ രണ്ടും ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നീട്ടി വയ്ക്കുക. നീട്ടി വെച്ച ശേഷം 2 സൈഡിൽ നിന്നും ബോഡി അപ്പ് ചെയ്യണം. അതായത് വയറ് മാത്രം താഴെ ഇരിക്കും. കാല് മുട്ട് മടക്കാതെ ബാക്കിലോട്ട് ഇങ്ങനെയും പൊക്കണം, കൈ ഇങ്ങനെയും പൊക്കണം. ബ്രീത്ത് നോർമൽ. സ്ലോലി ഡൗൺ ചെയ്യാം. അഗെയിൻ മകരാസനത്തിൽ റിലാക്സ്. നമ്മൾ മലർന്ന് കിടന്നിട്ടുള്ള കുറച്ച് പോസസ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സിംഗിൾ ലെഗ് റൈസ് ആണ്. ലെഗ് റൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിടന്നുകൊണ്ട് റൈറ്റ് ലെഗ് ഇങ്ങനെ അപ്പ് ചെയ്യുക, അതുപോലെ ഡൗൺ ചെയ്യുക, ലെഫ്റ്റ് അപ്പ് ചെയ്യുക, ഡൗൺ ചെയ്യുക. അതുപോലെ വിപരീത കരണയാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന പോസ്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ 2 കാലും അപ്പ് ചെയ്ത് നമ്മൾ ഷോൾഡറിലാണ് നമ്മുടെ സ്റ്റാൻഡ്, അതായത് നമ്മുടെ സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 കാലും അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ രണ്ടും ഹിപ്പിൽ സപ്പോർട്ട് ചെയ്യണം. ഇവിടെ നിന്ന് പതിയെ കാലുകൾ ബാക്കിലോട്ട് കൊണ്ടുപോകും. ഹലാസനം എന്ന് പറയും. ഇതുപോലെ തിരിച്ചു വരും. തീരെ പറ്റാത്തവരാണെങ്കിൽ ഇങ്ങനെ കുറച്ചൊന്ന് വി പൊസിഷനിൽ ഇങ്ങനെ നിന്നാലും മതിയാവും. പതിയെ ആദ്യം ഇങ്ങനെ പൊങ്ങണമെന്നില്ല. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇഞ്ചുറി ഒന്നും വരണ്ട. അതുകൊണ്ട് ഇത്രയും പൊങ്ങണ്ട. പ്രാക്ടീസ് ചെയ്യുന്ന യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ മാത്രം ഇത് ചെയ്താൽ മതിയാവും. അല്ലാത്തവർ പതിയെ കാലിങ്ങനെ പൊക്കി വെച്ച് ഹോൾഡ് ചെയ്താൽ മതിയാവും. ഇനി ഇതിനൊരു കൗണ്ടർ പോസ് ഉണ്ട്. അതിനുവേണ്ടി മുട്ടുകൾ രണ്ടും മടക്കി ഇങ്ങനെ തറയിൽ പ്ലേസ് ചെയ്യുക. മാക്സിമം ബാക്കിലോട്ട് കയറ്റണം. ഇനി കൈകൾ വെച്ച് പതുക്കെ ഹീലിലൊന്ന് ടച്ച് ചെയ്യുക. ആംഗിൾ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആംഗിളിൽ പിടിക്കുക, അല്ലെങ്കിൽ പതുക്കെ ഹീലിലൊന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ മതിയാവും. ഇനി ചെയ്യേണ്ടത് പതുക്കെ നമ്മുടെ ഹിപ്പ് അങ്ങ് അപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനെ സേതുബന്ധാസനം എന്ന് പറയും, ബ്രിഡ്ജിങ്. ഇത് മെയിൻലി നമ്മുടെ സ്പൈനിന് പ്രശ്നമുള്ളവരോ ഡിസ്ക് ബൾജൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് ചെയ്യാം. ഇത് വളരെ നല്ലതാണ്. ബ്രിഡ്ജിങ് എക്സസൈസ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെയാണ് സേതു ബന്ധാസനം, ബ്രിഡ്ജ് പോസ് എന്നാണ് ഇതിന് പറയുന്നത്. പതിയെ കാലുകൾ താഴെ വയ്ക്കുക. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് പവന മുക്താസനമാണ്. അതായത് 2 കാലും അപ്പ് ചെയ്യുക. 2 കാലും ഇങ്ങനെ അപ്പ് ചെയ്യുക. പതുക്കെ മുട്ടുകൾ ചെസ്റ്റിലോട്ട് കൊണ്ടുവരിക. ഇനി പതുക്കെ കൈകൾ വെച്ച് ഒന്നിങ്ങനെ കെട്ടിപ്പിടിക്കുക, ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക. ഇനി പതിയെ നമ്മുടെ മൂക്ക് അല്ലെങ്കിൽ നെറ്റി ഒന്നിങ്ങനെ മുട്ടിക്കാൻ ശ്രമിക്കുക. തിരിച്ചതുപോലെ വരിക. കൈ വിട്ടിട്ട് കാല് ഉയർത്തണം. വീണ്ടും പഴയ പോലെ തന്നെ ഇറക്കണം. ഇനി ചിലർക്കെങ്കിലും ഇത് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ ഹാഫ് ചെയ്യാം. പതുക്കെ 1 കാല് ഉയർത്തുക, ഇത് മടക്കി
ചെസ്റ്റിലോട്ട് കൊണ്ടുവരാം. ഇതിനെ കെട്ടിപ്പിടിക്കുക, ഇങ്ങനെ ചെയ്യാം. അതുപോലെ തിരിച്ചു വയ്ക്കുക, ഉയർത്തുക, ഇറക്കുക. അതേപോലെ അടുത്തത് കൊണ്ടുവരണം, മടക്കണം, കെട്ടിപ്പിടിക്കണം, ടച്ച് ചെയ്യാൻ ശ്രമിക്കണം. ബ്രീത്ത് നോർമലായിരിക്കണം പിടിച്ചിരിക്കുമ്പോഴും. അതുപോലെ ഉയർത്തുക, ഇറക്കുക. ഇത് ആദ്യം കുറച്ച് ദിവസം ഓരോ കാലമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ 2 കാലും കൂടെ ചെയ്യാനുള്ള ആ ഒരു ചേഞ്ച് നമുക്ക് കിട്ടും. ഇനി പതിയെ നമ്മൾ റിലാക്സേഷനിലോട്ട് കിടക്കുകയാണ്. നമ്മൾ അതിനു വേണ്ടി കാലുകൾ കുറച്ചൊന്ന് അകത്തി റിലാക്സ്ഡ് പൊസിഷനിൽ വയ്ക്കുക. അതുപോലെ കൈ രണ്ടും മലത്തി, പാംസ് സീലിംഗ് ഫേസ് ചെയ്യുന്ന രീതിയിൽ മലത്തി വയ്ക്കുക. എന്നിട്ട് കണ്ണുകളടച്ച് ബ്രീത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ശ്വാസം എടുക്കുമ്പോൾ വയറുകൾ നിറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ശ്വാസം വിടുമ്പോൾ വയറ് മാക്സിമം താഴോട്ട് ഒട്ടിക്കുക. ശവാസനത്തിലൊരു 5 മിനിറ്റ് വരെ കിടക്കാൻ ശ്രമിക്കുക. മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വരെ ശവാസനത്തിൽ കിടന്ന ശേഷം പതിയെ സ്ട്രെച്ച് ചെയ്ത് എണീക്കാവുന്നതാണ്. അതിനുവേണ്ടി കാലുകൾ ചേർത്ത് വയ്ക്കുക. 2 വശത്തു നിന്നും കൈകൾ മുകളിലോട്ട് കൊണ്ടുപോവുക. ഇൻ്റർലോക്ക് ചെയ്ത ശേഷം നമ്മുടെ ബോഡിയുടെ നീളം കൂടുന്നത് പോലെ കൈ മുകളിലോട്ടും കാല് താഴോട്ടും സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനെ റിലാക്സ് ചെയ്യുക. നൗ എണീക്കുന്നതിന് വേണ്ടി എപ്പോഴും വലതുവശം ചരിഞ്ഞ് വേണം എണീക്കാൻ. അതിനുവേണ്ടി മുട്ട് മടക്കി, ഇടത്തെ മുട്ട് മടക്കി കാല് ഇങ്ങനെ തറയിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം പതിയെ റൈറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്യുക. ലെഫ്റ്റ് കൈ ഫ്രണ്ടിൽ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു ബ്രീത്ത് എടുക്കുക. അതിൽ കിടന്നുകൊണ്ട് ഓർഗൻസിൻ്റെ പ്രഷേഴ്സൊക്കെ ഒന്ന് റിലീസ് ചെയ്യുക. പതിയെ ലെഫ്റ്റ് കൈയും റൈറ്റ് കൈയും സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ എണീറ്റ് വരാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഇത്രയും യോഗയുടെ കോമൺ പ്രോട്ടോക്കോളാണ്. അതായത് നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് രോഗങ്ങളില്ലാതെ കൊണ്ടുപോകാൻ നമ്മൾ ഒരു ദിവസം ഒരു 45 മിനിറ്റ് എടുത്ത് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഈ ഒരു റുട്ടീനാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തവർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതും ഞാൻ കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ ഇട്ടുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ടൊരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈ രോഗങ്ങൾ വരാതിരിക്കാനും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നന്നായിട്ട് സഹായിക്കും. ഇനി എന്തെങ്കിലും കണ്ടീഷൻസ് ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ യോഗ തെറാപ്പി ബേസ് ചെയ്ത് അതിൽ ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി യോഗ ട്രെയിനറുടെ സഹായത്തോടു കൂടി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്താൽ പോരാ. നമ്മൾ ഒരു ട്രെയിനർ അടുത്ത് പോയി അതിനനുസരിച്ച് ഇപ്പോൾ നമ്മുടെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഒരു യോഗ തെറാപ്പി ചെയ്യുന്നൊരു ഇൻസ്ട്രക്ടർ ആണെങ്കിൽ എന്താണ് നമ്മുടെ ഇഷ്യൂ അതിനനുസരിച്ച് അവർ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്നും യോഗ പ്രാക്ടീസ് ചെയ്യുക. യോഗ ഡേയുടെ അന്ന് മാത്രമല്ല എന്നും യോഗ ഡേ ആയിട്ട് കണ്ട് യോഗ ഡേ മാത്രം പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടുള്ളത് ഒഴിവാക്കി എന്നും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിലാണ് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ആയിട്ട് പോകുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല. 2 ദിവസം ചെയ്ത് 3 നിർത്തിയാലും കാര്യമില്ല. നമ്മൾ എന്നും 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾക്ക് പറ്റുന്ന സാധനങ്ങൾ ചെയ്ത് പോവുക. ബോഡി മൂവ്മെൻറ്റ് ചെയ്യുന്നതിലാണ്
പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് മൂവ്മെൻറ്റിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നും ചെയ്യാനുള്ള എന്തെങ്കിലും കഴിവ് വരും, പക്ഷേ നമ്മൾ എന്നാലും എങ്ങനെയെങ്കിലും ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു യോഗാ ദിനം ആശംസിക്കുന്നു. നമസ്കാരം.